കാണിച്ചു നൗഫൽ, ഇപ്പോൾ കൊടുത്തത്. അതിന് ശേഷം സംഭവിക്കുന്നത് എന്താണ്? താങ്കൾക്ക് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ താങ്കൾക്കെതിരായിട്ടുള്ള സംഗതികൾ കാണുന്നുണ്ട്. പേഴ്സണലി എന്താണ് എക്സ്പീരിയൻസ്? എന്താണ് എക്സ്പീരിയൻസ് ഇത് പറയുമ്പോൾ എനിക്ക് അതിനൊന്നും ഒരു വിഷമല്ല. കാരണം ഇവർക്കൊക്കെ ഇതേ അനുഭവം വരുമ്പോൾ അവർക്കും ഇത് പഠിച്ചോളും. കാരണം ഞാൻ അത്ര ദുരിതത്തിൽപ്പെട്ട് വന്ന ഒരാളാണ്. ആ ആളെ പലതരത്തിലാണ് എന്റെ വീട്ടുകാരെ, എന്റെ ഉമ്മാനെ, വാപ്പാനെ എല്ലാരെ കുറിച്ചിട്ടും ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെ പറയാൻ പറ്റൂല. ഇതിലൂടെ അങ്ങനത്തെ ഒരു അഭിഷേകമാണ് എന്നെ ഇതുവരെ നടത്തിയത്. പക്ഷെ അതിലൊന്നും എനിക്ക് വിഷമല്ല. കാരണം ഇതൊക്കെ പ്രതീക്ഷിച്ചും കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ വന്നത്. കാരണം ഞാൻ ഇതുവരെ സർക്കാരെ ഞാൻ ഒരു ഇതിലും ഞാൻ ശരി ശരി കുറ്റപ്പെടുത്തില്ല. ഇപ്പോഴും ഞാനൊന്ന് അവരെനിക്ക് ചിന്തക്കുള്ളിൽ കറക്റ്റ് ചെയ്ത് വരുന്ന തരുന്നു. രാജേഷ് ചെറുപ്പാട് അത് കേൾക്കൂ. അതായത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക, അതായത് ദുരന്തബാധിതരായ ആളുകൾ സർക്കാരിൻ്റെ പരിപാടിയിലോ മുഖ്യമന്ത്രിയുടേതോ പരിപാടിയിലോ മറ്റോ പങ്കെടുത്തത് ഡ്രാമയാണെന്നോ മറ്റോ പറഞ്ഞു. അതിൻ്റെ പേരിൽ വ്യാപകമായ പ്രതിഷേധവും അല്ലെങ്കിൽ വിമർശനവും അവർക്കെതിരെ ഉണ്ടായി വന്നു. ദുരന്തബാധിതരെ അവർ ആക്ഷേപിച്ചു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലെഫ്റ്റിൻ്റെ വിമർശനം. ഇന്ന് നോക്കൂ, ഒരു കുടുംബത്തിലെ 16 ആളുകൾ മരിച്ചു എൻ്റെ കുടുംബത്തിലെന്ന് പറഞ്ഞിട്ടാണ് ഒരു യുവാവ് വന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു വീട്ടിലുണ്ടായിട്ടുള്ള പ്രശ്നം പറയാണ്. ഇന്ന് അയാളെ വിളിക്കാത്ത ചീത്തയില്ല. ആ 16 പേരല്ലായിരുന്നു, നീ ചാവണമായിരുന്നു എന്ന് അടക്കമുള്ള സംഗതിയിൽ വിളിക്കുന്നു. വർഗീയവാദി എന്ന് വിളിക്കുന്നു. സുഡാപ്പി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുകയാണ്. അപ്പോൾ ഈ ദുരന്തബാധിതരായ മനുഷ്യരെ നാം ചേർത്ത് പിടിക്കണമെന്ന് ഇന്നലെ വരെ പറഞ്ഞ ആളുകൾ, അതിൻ്റെ പേരിൽ മാധ്യമ പ്രവർത്തകയ്ക്ക് ക്ലാസ് എടുത്തവർ, ഇന്ന് ഒരു ദുരന്തബാധിതനായ മനുഷ്യനെ തങ്ങളുടെ രാഷ്ട്രീയത്തിന് അപ്പുറമാണ് എന്ന് തോന്നുമ്പോൾ ആക്രമിക്കുന്നു, ആക്ഷേപിക്കുന്നു. ഈ വൈരുദ്ധ്യം എങ്ങനെയാണ് ലെഫ്റ്റ് വിശദീകരിക്കുക രാജേഷ്? ബഹുമാനപ്പെട്ട മന്ത്രി കെ രാജൻ്റെ വാർത്താ സമ്മേളനത്തിൽ നൗഫലിനെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ നൗഫലിനോട് എടുക്കേണ്ട നിലപാട്, നൗഫലിനോട് ഒരു തരത്തിലുള്ള സൈബർ ആക്രമണമോ മറ്റു തരത്തിലുള്ള ഒരു തരത്തിലുള്ള വിമർശനമോ നടത്തരുത് എന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട, ഈ വിഷയത്തിൽ റവന്യൂ മന്ത്രിയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി നിൽക്കുന്ന മന്ത്രി കെ രാജൻ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാനെന്താ പറയാനാ? നൗഫൽ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ പറഞ്ഞ പല കാര്യങ്ങളിലും അദ്ദേഹം തന്നെ ഇപ്പോൾ കുറ്റബോധത്തോടു കൂടിയാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ളൂ. അത് പറഞ്ഞത് ശരിയായില്ല. സ്വാഭാവികമായിട്ടും ഒരു കോൺഗ്രസ് ആയിട്ടുള്ള ഈ മുണ്ടക്കയിൽ ചൂരൽമലയിൽ വഞ്ചനാപരമായ നിലപാടെടുത്ത് ജനങ്ങളെ പറ്റിച്ച, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, പറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അവർ വന്നിട്ട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു യോഗ്യതയും കോൺഗ്രസ്സുകാർക്കില്ല. ഈ കോൺഗ്രസ്സുകാരുടെ മുന്നിൽ നിന്നുകൊണ്ട്, കോൺഗ്രസ്സുകാരുടെ അടുത്ത് നിന്നുകൊണ്ട് വളരെ കാര്യക്ഷമമായി ആ പറയുന്ന ദുരന്തത്തിനോടൊപ്പം അതിനുവേണ്ടി ആ ജനതയെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഈ ഗവൺമെൻറ്റിനോടും ആ ഗവൺമെൻറ്റിലെ ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയോടും നൗഫൽ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ ഒരാവേശത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു കിളി പോയതുപോലെ എന്നുള്ളൊരു വർത്തമാനം പറയാൻ പാടില്ലായിരുന്നു എന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ഇപ്പോൾ അദ്ദേഹത്തിനും അറിയാം. അതിൻ്റെ ഭാഗമായി ആ ഒരൊറ്റ വാക്കായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സൈബർ ആക്രമണത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള സൈബർ ഇടങ്ങളിൽ നിന്ന് മാത്രമല്ല അല്ലാത്ത ഇടങ്ങളിൽ നിന്നും ഒന്നും അദ്ദേഹത്തിനെതിരെ അങ്ങനെ കാരണം ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ച് വന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ ആ രീതിയിൽ അധിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ വേദനാജനകമാണ്.